ഹായ്, ഞാൻ ഡോക്ടർ അനു ജോസ്. ഞാൻ ആയുർവേദ ഗൈനക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ വ്യായാമം എന്ന് പറയുന്നത്. എല്ലാ പെൺകുട്ടികളും ചോദിക്കും, ഡോക്ടറെ എനിക്ക് വ്യായാമം ചെയ്യാൻ മടിയാണ്, അല്ലെങ്കിൽ ഞാൻ ഇത്ര നേരം ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റോ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ മതിയോ എന്നത്. പക്ഷേ പോരാ, നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ അത് നമ്മുടെ ബോഡി അനങ്ങുന്ന രീതിയിൽ, നമുക്ക് ശരീരം, നമുക്ക് തലയിലെ മുടി തൊട്ടാണെങ്കിലും കാലിലെ വിരൽ വരികയാണെങ്കിലും നമ്മൾ അനങ്ങുന്ന രീതിയിൽ വേണം വ്യായാമം ചെയ്യുക. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ യൂട്യൂബിലൊക്കെ ആണെങ്കിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് വ്യായാമം ചെയ്യുന്ന രീതിയിൽ. നമുക്ക് അത് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വ്യായാമം ചെയ്യാൻ ശ്രദ്ധിക്കുക. ചില പെൺകുട്ടികളോട് നമ്മളിങ്ങനെ പറയും, മോളെ നിങ്ങൾ എന്ത് ചെയ്യുക, ദിവസം ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ നമ്മൾ വ്യായാമം ചെയ്യുക, നിങ്ങൾ യൂട്യൂബ് നോക്കി ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഇവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലിപ്പോൾ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് പറയുന്ന വ്യായാമം അതിൽ തന്നെ ഒരു റിപ്പീറ്റേഷനൊക്കെ പറയുക, ഇത്ര തവണ ചെയ്യണം, അതൊക്കെ ഒരു സ്ട്രെച്ചിൽ തന്നെ എന്ത് ചെയ്യാൻ നോക്കും, അതങ്ങ് ചെയ്ത് തീർക്കാൻ നോക്കും. പിറ്റേ ദിവസം എൻ്റെ അടുത്ത് വന്ന് പറയുന്ന പരാതി എന്താ വെച്ചാൽ, ഡോക്ടറെ എനിക്ക് കൈയനക്കാൻ വയ്യ, കാലനക്കാൻ വയ്യ, എനിക്ക് ബോഡി മുഴുവൻ പെയിനാണ്, അതുകൊണ്ട് എന്ത് ചെയ്യാം, ഞാൻ വ്യായാമം സ്കിപ്പ് ചെയ്തു, എനിക്ക് ചെയ്യാൻ വയ്യ എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഏത് തരത്തിലുള്ള വ്യായാമം ചെയ്യുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, മിനിമത്തിൽ തുടങ്ങി മാക്സിമത്തിലേക്ക് എത്തുക. എന്നിപ്പോൾ ഇന്നത്തെ ദിവസം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റാണ് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ദിവസം കൂടുന്തോറും അതൊരു 30 മിനിറ്റ് അല്ലെങ്കിൽ 40 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് ഈ നടത്തത്തിൻ്റെ കാര്യം പറയുമ്പോൾ, ഞാൻ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാറുണ്ട് ഡോക്ടറെ, അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ബസ് കയറാൻ വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഇത്ര ദൂരമുണ്ട്, അങ്ങനെയാണ് ഞാൻ നടക്കാറ്, അത്രയും നേരം നടന്നാൽ പോരെ എന്ന് ചോദിക്കും. പക്ഷേ അത് പോരാ. കാരണം ആ നടക്കുന്നത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ആസ്വദിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ, അല്ലെങ്കിൽ ആരോടെങ്കിലും വർത്താനം പറഞ്ഞിട്ടോ നമ്മൾ നമ്മുടെ ബോഡി ഒന്നും ശ്രദ്ധിക്കാത്ത രീതിയിലായിരിക്കും നമ്മൾ നടക്കുക. പക്ഷെ അങ്ങനെ നടന്നാൽ പോരാ. നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ശരീരം അറിഞ്ഞുകൊണ്ട് നമ്മൾ അത്രയും എക്സസൈസ് അല്ലെങ്കിൽ നമ്മുടെ ശരീരം നല്ലോണം വിയർക്കുന്ന രീതിയിൽ വേണം നമ്മൾ വ്യായാമം ചെയ്യുക. അങ്ങനെയുള്ളത് ഏത് രീതിയിലാണെങ്കിലും, ഇപ്പോൾ നടത്തമാണെങ്കിലും എക്സസൈസുകളാണെങ്കിലും ഈ പറഞ്ഞ പോലെ അരമണിക്കൂറാണെങ്കിലും 1 മണിക്കൂറാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം എഫോർട്ട് എടുത്ത് നമുക്ക് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഗൈനക്കോളജിക്കൽ പ്രശ്നങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് മാനേജ്മെൻറ്റ് തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ PCOD പോലുള്ള കാര്യങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ശരീരം അറിഞ്ഞുകൊണ്ട് 1 മണിക്കൂറെങ്കിലും നമ്മൾ മാക്സിമം വിയർക്കുന്ന രീതിയിൽ എന്ത് ചെയ്യണം, വ്യായാമം ചെയ്യണം.